നമുക്കിന്ന് പച്ച പപ്പായ കൊണ്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കാം. വളരെ സ്വാദിഷ്ടമായ ഒരു കൂട്ടാനാണ് എരിശ്ശേരി. എരിശ്ശേരി മത്തങ്ങ, പച്ചച്ചക്ക, ഓമയ്ക്ക, അതായത് പപ്പയ, അങ്ങനെ പടവലങ്ങ, ഇതെല്ലാം കൊണ്ട് നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് നമുക്ക് പപ്പയ വെച്ച ഒരു എരിശ്ശേരി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം പപ്പയ തൊലി കളഞ്ഞ് കഴുകി ഇതുപോലാണ് അരിയേണ്ടത്. ഇതുപോലെ ഈ കനത്തിൽ അരിഞ്ഞെടുത്തത് ഒരു കഷ്ണം. പിന്നീട് വേണ്ടത് തൊമരയാണ്. ഞങ്ങൾ തൊമരയിട്ടാണ് വെക്കുന്നത്. വൻപയറിട്ടും എരിശ്ശേരി വെക്കാം. വൻപയറിട്ടാണ് ശരിക്കും എല്ലാവരും വെക്കുന്നത്, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ തൊമരയിട്ടാണ് വെക്കുന്നത്. ഇത് രണ്ടും കൂടെ നമുക്ക് വേവുന്നതിനായിട്ട് കുക്കറിലോട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത് വെക്കാം. എരിശ്ശേരിയുടെ കൂടെ സ്വല്പം മോരും കൂടെ ഉണ്ടെങ്കിൽ ഊണ് കുശാലാവും. അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ഒരു എരിവും ആവും. ഇത് അധികം എരിവില്ലാത്ത ഒരു കൂട്ടാനാണ് എരിശ്ശേരി. കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും. ഇതിനെയും മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനിയും വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേവുന്നതിനായിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നമ്മുടെ പപ്പയ വെന്ത് വരുന്ന സമയം കൊണ്ട് അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ നമുക്ക് ചിരകിയെടുക്കാം. 2 വിസിൽ വന്നു. ഒരു ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലും ഒരു ലോ ഫ്ലെയിമിൽ ഒരു വിസിലും വന്നു. ഗ്യാസ് ഓഫ് ചെയ്തു. പരിപ്പ് ഒരുപാട് വെന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, പപ്പയായും വെന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാന് കണ്ടു കഴിഞ്ഞാൽ അങ്ങ് കൊഴുത്ത് ഇരിക്കും. ഇടയ്ക്ക് പപ്പയയുടെ കഷ്ണം കാണുകയും വേണം. ആ രീതിയിലായിരിക്കണം നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. തേങ്ങ തിരുമ്മി വെച്ചു. ഒരു ചെറിയ തേങ്ങ എടുത്തു, അത് മുഴുവനും എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് പകുതി ഇങ്ങോട്ട് മാറ്റി വെക്കാം. അരപ്പിന് പകുതി എടുക്കാം. ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. തേങ്ങ, കുറച്ച് വെളുത്തുള്ളി, 3 പച്ചമുളക്. പച്ചമുളക് അധികം എരിവില്ലാത്തത് കൊണ്ടാണ് 3 എണ്ണം എടുത്തത്. എരിവിൻ്റെ അനുസരിച്ച് അവരവർക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കുക. സ്വല്പം മഞ്ഞൾപ്പൊടി തേങ്ങയ്ക്കുള്ളത്. ഇനി അല്പം ജീരകം. ജീരകത്തിന്റെ അളവ് ഒട്ടും കൂടരുത്. അല്പം ജീരകം. ജീരകത്തിന്റെ ഒരു ഫ്ലേവർ വേണം, എന്നാൽ കൂടുകയരുത്. പിന്നീട് വേണ്ടത് സ്വല്പം മുളക് പൊടി. മുളക് പൊടിയെ നമ്മൾ കാശ്മീരി ചില്ലി മുളക് പൊടി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എരിശ്ശേരിയുടെ കളർ അങ്ങ് ചുമക്കും. എരിശ്ശേരിയുടെ കളറ് ഒരു മഞ്ഞയും ചുവപ്പും കൂടെ ചേർന്ന് ഒരു ഓറഞ്ച് കളറുള്ളതായിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ഇടുന്നത്. അത് ഈ ചെറിയ സ്പൂണിന് 1 സ്പൂണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിന്റെ വിസിലൊക്കെ പോയി തണുത്തു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പരുവത്തിന് വെന്തിട്ടുണ്ട്. പപ്പയയുടെ കഷ്ണം കാണുന്നുണ്ട്. പരിപ്പും വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം. ഇത് അരപ്പങ്ങ് തീരെ മഷി പോലെ അരയണ്ട. ഒരു തരാന്നുള്ള രീതിയിൽ അരഞ്ഞാൽ മതി. ഇതിനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ചാറ് കഴുകി സ്വല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. തേങ്ങ വറുത്തത് ചേർത്ത് കഴിയുമ്പോൾ കറി ഒന്ന് കുറുകും. അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ചാറ് കറിക്കകത്ത് വരാനായിട്ടത്. ഇനി സ്വല്പം വെള്ളവും ഒഴിച്ചു കൊടുക്കാം. കാരണം തേങ്ങ വറുത്തിട്ട് കഴിയുമ്പോൾ കറി ഒന്ന് കുറുകും. ഇത്രയും വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് തിളയ്ക്കാനായിട്ട് വെക്കാം. ഈ പരുവത്തിലിരിക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. നമ്മുടെ എരിശ്ശേരി നന്നായിട്ട് തിളച്ചു വന്നു. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് നിന്ന് മാറ്റിയിട്ട് തേങ്ങ വറുത്ത് കടുക് വറുത്ത് ചേർക്കാം. അതിനായിട്ടൊരു ചീനിച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
എരിശ്ശേരിക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും തേങ്ങായും ഒക്കെ നന്നായിട്ട് ചേർക്കണം, എന്നാലേ ഒരു പ്രത്യേക ടേസ്റ്റ് വരത്തുള്ളൂ. അതിന് ഞാനൊരു വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നു. നമുക്കിനി കടുകിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം. അരത്തിന് തേങ്ങ ഇച്ചിരി കുറഞ്ഞാലും എരിശ്ശേരിക്ക് വറുത്തിടുന്ന തേങ്ങ കൂടുതൽ വേണം. അതാണ് എരിശ്ശേരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. തേങ്ങ വറുത്ത് വന്നിട്ട് നമുക്കിനി കാണാം. നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് സ്വല്പം മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. കാരണം ഈ തേങ്ങയും കൂടെ ചെന്ന് കഴിയുമ്പോൾ കറിയുടെ കളറ് തീരെ അങ്ങ് ലൈറ്റായി പോകും. അതിന് സ്വല്പം മുളക് പൊടിയും കൂടെ നമുക്ക് ഈ തേങ്ങയ്ക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ എരിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ പപ്പായ കൊണ്ടുണ്ടാക്കിയ എരിശ്ശേരി തയ്യാറായി. ഇനി ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പും എരിവും ടേസ്റ്റും ഒക്കെ ഉണ്ട് നന്നായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഞുള്ള ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു ഞുള്ള ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം എരിശ്ശേരിക്ക്. ഒരു ഞുള്ള. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ എരിശ്ശേരി തയ്യാറായി. ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എല്ലാവരും ഈ പപ്പായ കൊണ്ടുള്ള എരിശ്ശേരി ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതണം.